പക്ഷേ ഞാൻ കണ്ടില്ലല്ലോ. എവിടെ ബഡ് ചെയ്തേക്കണേ? ഇതോ ചേട്ടനാണ് ബഡ് ചെയ്തേ? അപ്പൊ വേറെ മാവിന്റെ എടുത്താ? വേറെ മാവിന്റെ കൊമ്പ് എടുത്തിട്ട് ബഡ് ചെയ്ത് വെച്ചേക്കാണ്. ഒരാഴ്ചയായി ബഡ് ചെയ്തിട്ട്. 2 ആഴ്ചയാകുമ്പോ ഈ കവർ അഴിച്ച് മാറ്റി കഴിഞ്ഞാല് പിടിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം കവർ മാറ്റാം. അല്ല അപ്പൊ വേറെ മാവിന്റെ ചേട്ടനെ വേറെ മാവിന്ന് എടുത്തോണ്ട് വന്നോ? ഓ അങ്ങനെ. ഓക്കേ, നമ്മളുടെ വീട്ടില് പിന്നെ എന്താ ഇതുണ്ടായി തുടങ്ങിയല്ലേ, കോവയ്ക്ക. ചുരുമുഴി ഉണ്ടോ? ഇന്ന് വീട്ടിൽ പോയപ്പോ ഉണ്ടല്ലോ വെനിച്ചേട്ടാ, അവിടെ ഉണ്ടല്ലോ ചെടിയിലുണ്ടല്ലോ നല്ല ഭംഗിയുള്ള പുഴുക്കള്. ചെടിയുടെ ഇല മൊത്തം തിന്ന് നശിപ്പിച്ചേക്കണം. നല്ല ഭംഗിയുണ്ട് ആ പുഴുക്കളെ കാണാനായിട്ട്. ഇവിടെ ഇല്ല, വീട്ടിലെ കാര്യം പറഞ്ഞതാ. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ടെറസിൽ നിന്നുള്ള വ്യൂ ആണ് ഗൈസ്. ഓക്കെ, എങ്ങനെയുണ്ട്? കൊള്ളാമോ? ചേട്ടൻ്റെ മത്തങ്ങ ഉണ്ടായിക്കണേ കാണാട്ടോ. എവിടെ ഏട്ടാ മത്തങ്ങ ഉണ്ടായിക്കണേ? കാണിച്ച്. എവിടെ? ചെറുതുണ്ടോ? എവിടെ ഉണ്ടായി? അതില് ചവിട്ടിയില്ല. തണ്ടെന്ന് ചവിട്ടി അതിന് ഇതാവോ? പിന്നെ വേദനിക്കോ? ആ ചെറിയതായിട്ട് ഉണ്ടായിട്ടുണ്ട്. വലുതായി കിട്ടിയാ ഭാഗ്യം. അയ്യോ ആ ശരിയാ. ആ ടെറസിലാണ്. നമുക്ക് സ്ഥലമൊന്നും ഇല്ല. ഇതെന്താ ഏട്ടാ സംഭവം? നെല്ലാ? ഇതെവിടുന്ന് ഉണ്ടായിട്ട്? ഇത് നെല്ല് വളർന്നിട്ട് വേണോ നമുക്ക് ചോറച്ച ഉണ്ടാക്കാൻ വേണ്ടിട്ട്? അയ്യോ രസം. ചെലവൊന്നുമില്ല. നെല്ല ഉണ്ടാവുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ അല്ലേ? എന്താ നോക്കണേ? പോവാണോ? ഓക്കെ, കുമ്പളം ഉണ്ടോ? അങ്ങനെയല്ലേ? ഓക്കെ, കോവയ്ക്ക എന്ത് ചേട്ടാ? ആ ഹലോ ഗൈസ്, കണ്ട കഴിഞ്ഞ പ്രാവശ്യം കുറേ കോവയ്ക്ക ഉണ്ടായിരുന്നു. കുറേ കോവയ്ക്ക ഞങ്ങൾ കടയിൽ കൊണ്ടുപോയി കൊടുത്തു. അതുപോലെ കോവയ്ക്ക കിട്ടിയായിരുന്നു. പിന്നെ ഇപ്പോഴാണ് രണ്ടാമത് അത് മൊത്തം വെട്ടിക്കളഞ്ഞ് ഇപ്പം പിന്നെ രണ്ടാമത് ഇപ്പം ഉണ്ടായി തുടങ്ങിയുള്ളൂ കോവയ്ക്ക. ബെനിച്ചേട്ടന് കൃഷിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് സ്ഥലമൊന്നുമില്ല. അങ്ങനെ ഉള്ള സ്ഥലത്ത് ബെനിച്ചേട്ടൻ കൃഷി നട്ടു. താട്ടിറങ്ങി പോവാം. അയ്യോ ഓമയ്ക്ക, കരിവേപ്പ്, ഇരല്ലേ കരിവേപ്പ്. പയ്യെ. ഹലോ ഗായ്സ്, ഇതൊക്കെയാണ് ഞങ്ങളുടെ ചെറിയ വിശേഷങ്ങൾ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.